ഇറാനിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയം മാത്രമാണുള്ളത്. ടെഹ്റാനിലുള്ള ബുഷെഹർ എന്ന് പറയുന്ന ഒരു ആണവ നിലയം. ഈ ആണവ നിലയത്തിന് നേർക്ക് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഒരു കനത്ത ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണം മൂലം അവിടെ ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ലോകത്തെ ബലപ്പെടുന്നത്. അവിടെ ആക്രമണം നടന്ന വിവരം UN-ന്റെ ആണവ നിരീക്ഷണ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അവിടെ ഒരു ആക്രമണം നടന്നിട്ടുണ്ട്, ചില പ്രൊജക്ടുകൾ പതിച്ചിട്ടുണ്ട്, അത് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ്. ഏതായാലും യുദ്ധത്തിന്റെ 19-ാം നാളിൽ സംഭവിക്കരുതേ എന്ന് കരുതിയ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം ഈ ഇസ്രയേൽ പറയുന്നത് തങ്ങൾ അതിനടുത്തുള്ള കെട്ടിടങ്ങളിലാണ് ആക്രമിച്ചത്, എന്നാൽ റഷ്യയാണ് ഈ ആണവ നിലയം നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യ പറയുന്നത് ഈ അതിനടുത്തുള്ള കെട്ടിടം എന്ന് പറയുന്നത് പ്രവർത്തനക്ഷമമായ യൂണിറ്റുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാദേശികമായിട്ടുള്ള റേഡിയോളജിക്കൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും വിട്ടുനിൽക്കണമെന്നാണ് റഷ്യ പറയുന്നത്. കാരണം ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരുപക്ഷെ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ആണവ നിലയ ചോർച്ചയും മറ്റുമൊക്കെ. ഇവിടെ റഷ്യ വലിയ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്ലാന്റുകൾ നന്നാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഒരു വലിയ അപകടത്തിന്റെ വക്കിലാണ് ഇറാൻ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ആണവ നിലയത്തിന് മറ്റു തരത്തിലുള്ള കേടുപാടുകളോ ഇല്ലെങ്കിൽ ആണവ ചോർച്ചയോ ഉണ്ടായാൽ അത് ലോകത്തിന് തന്നെ സമ്മാനിക്കുന്ന വലിയ ദുരന്തമായി മാറും. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെ ചോർച്ച ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ന്യൂസ് ഇന്ത്യ മലയാളം.